ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ദിവ്യ ഭാഗവതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാധാഷ്ടമി ആണല്ലോ നാളെ. അപ്പോൾ രാധാഷ്ടമിയെ കുറിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് ഒരു പ്രഭാഷണം വേണം എന്നുള്ളത് കുറേ പേര് ആവശ്യപ്പെട്ടു. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ രാധാഷ്ടമിയെ കുറിച്ചിട്ട് ഇവിടെ രാധാ ദേവിയുടെ ജന്മത്തിനെ കുറിച്ചിട്ട് അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് അവതരിപ്പിക്കുന്നത്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോഃ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ വേദവ്യാസ പ്രിയസ്വാമിൻ ഇതി നാമിനേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. യോ ബ്രഹ്മരുദ്രശുക നാരദ ഭീഷ്മമുഖ്യൈ ആലക്ഷിതോ ന സഹസാ പുരുഷസ്യ തസ്യ സദ്യോ വശീകരണ ചൂർണമനന്തശക്തിം തം രാധികാചരണരേണും അനുസ്മരാമി. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേയസിയായിട്ടുള്ള രാധാറാണിയെ കുറിച്ചിട്ട് അധികമൊന്നും ആളുകൾക്ക് അറിയില്ല. കാരണം എന്താ പറയണത്? ശ്രീമദ് ഭാഗവതത്തിൽ രാധാദേവിയെ കുറിച്ചിട്ട് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും സൂചിപ്പിച്ചിട്ടേ ഇല്ല. ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാന്റെ നാമത്തിനെ കുറിച്ച് തന്നെ അവസാനമാണ് പറയുന്നത്. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വരും അവിടെ. എന്താണ് അതിന് കാരണം? വാസ്തവത്തിൽ വേദവ്യാസ മഹർഷി കരുതിക്കൂട്ടി തന്നെയാണ് ഈ രാധാറാണിയെ കുറിച്ചിട്ട് ഒന്നും സംസാരിക്കാതിരുന്നത്. കാരണം രാധാറാണിയുടെ ആ ഒരു ഭാവത്തിനെ കുറിച്ചിട്ട്, അവസ്ഥയെ കുറിച്ചിട്ട് അതിനെ പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെ പറയുന്ന സമയത്ത് അത് ആളുകൾ വെറും ഭൗതികമായിട്ട് കാണും. ഭൗതികമായിട്ടുള്ള ആ ഒരു ഭാവത്തിൽ കൂടെ ഈ രാധാറാണിയെ കാണുന്നത് കൊണ്ട് ഏറ്റവും വലിയ അപരാധമാണ് സംഭവിക്കുക. അതുകൊണ്ടാണ് രാധാറാണിയെ കുറിച്ചിട്ട് കാര്യമായിട്ടൊന്നും പറയാതിരുന്നത്. ഒന്നും പറഞ്ഞിട്ടില്ല ഭാഗവതത്തില്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഭൗതികന്മാരായിട്ടുള്ള ആളുകള് രാധാറാണിയുടെ ആ ഭാവത്തിനെ, അവിടുത്തെ അവതാരത്തിനെ കുറിച്ച്, അവിടുത്തെ മഹിമയെ കുറിച്ചിട്ട് വാസ്തവത്തിൽ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അറിയില്ല അവർക്ക്. കാരണം അത് വൃന്ദാവനത്തിൽ ആണ്. രാധാറാണിയുടെ ദിവ്യമായിട്ടുള്ള പ്രഭാവം വൃന്ദാവനത്തിൽ ഒതുങ്ങി നിൽക്കണു.
കാരണം വൃന്ദാവനത്തിലെ ആ ഒരു അതിന് മാത്രമേ, ആ ഭൂമിക്ക് മാത്രമേ, വ്രജഭൂമിക്ക് മാത്രമേ രാധാദേവിയെ ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് എന്നാണ്. പാലാഴി മഥനം നടന്ന സമയത്ത് ലക്ഷ്മി ദേവി അവതരിച്ചു. അതിന്റെ പിന്നാലെ ആണ് അമൃത കലശവുമായി ധന്വന്തരമൂർത്തി അവതരിച്ചത്. ധന്വന്തരമൂർത്തി അവതരിച്ച ആ സമയത്ത് അമൃതകലശം തട്ടിയെടുത്തിട്ട് അസുരന്മാര് പെട്ടെന്ന് അവിടുന്ന് അന്തർധാനം ചെയ്തു. അപ്പോ ഭഗവാൻ ആലോചിക്കുകയാണ്, ദേവന്മാർ ആശ്രയിച്ചിട്ടുള്ളവരാണ്. തന്നെ ആശ്രയിച്ച ആ ദേവന്മാരെ രക്ഷിക്കേണ്ട ചുമതലയും ഭഗവാനുണ്ട്. അപ്പൊ ഭഗവാൻ വളരെ പെട്ടെന്ന് രൂപത്തിന് വ്യത്യാസം വരുത്തി. നാരായണിയായിട്ട് മാറിയെന്ന പറയുന്നത്. ലക്ഷ്മിദേവി എന്നിങ്ങനെ നോക്കി നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് ലക്ഷ്മിദേവിയെക്കാളും സൗന്ദര്യമുള്ള രൂപം സ്വീകരിച്ചു ഭഗവാൻ. മോഹിനിയായിട്ട് രൂപം ധരിച്ചു. അങ്ങനെ മോഹിനിയായിട്ട് രൂപം ധരിച്ച സമയത്ത് എല്ലാവരും മോഹിച്ചു. ഈ മോഹിനി ദേവിയെ കണ്ടിട്ട് എല്ലാവരും ആകർഷിച്ചു എന്നാ പറയുന്നത്. ബ്രഹ്മാവിന് മോഹം തോന്നി, അതേപോലെ തന്നെ ദേവന്മാർക്ക് മോഹം തോന്നി, മഹാദേവന് വരെ മോഹം തോന്നി, മഹർഷിമാർക്ക് എല്ലാവർക്കും മോഹിനിയെ കണ്ടിട്ട് വല്ലാത്ത ആഗ്രഹം തോന്നി എന്നാണ്. അങ്ങനെ ആ മോഹം തോന്നാത്ത ഒരാള് മാത്രമേ ഉള്ളൂ. സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ തന്നെയാണ് മോഹിനി മൂർത്തിയായിട്ട് മാറിയത്. ഒരാൾക്ക് മാത്രമേ മോഹം തോന്നാത്തുള്ളൂ. അതാണ് അനന്തകോടി ബ്രഹ്മാണ്ട നായകനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാന് മാത്രം ഈ രാധാറാണിയുടെ രൂപം കണ്ടിട്ട്, ഈ മോഹിനിയുടെ രൂപം കണ്ടിട്ട് തീരെ മോഹം തോന്നിയില്ല എന്നാണ്. ഒരാള് മോഹിച്ചു. എന്ത്? പലരും മോഹിനിയെ തന്റെ പത്നിയാക്കണം എന്നൊക്കെയാണ് ആഗ്രഹിച്ചത്. എന്നാൽ സൂര്യദേവൻ മാത്രം ആഗ്രഹിച്ചു ഒരു പുത്രിയുടെ സ്ഥാനത്ത് ഒരു പുത്രിയായിട്ടും ഈ ദേവി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു എന്നാണ്. അങ്ങനെ ആഗ്രഹിച്ചതിന്റെ ഫലമായിട്ട് എത്രയോ കാലം തപസ് ചെയ്തു സൂര്യദേവൻ. അങ്ങനെ തപസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് അവിടുന്ന് വൃഷഭാനുവായിട്ട് ജനിച്ചത് എന്നാണ്. ദേവി മുമ്പേ തന്നെ ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങക്ക് ഭാഗ്യം ഉണ്ടാവും, അതിനു വേണ്ടിയിട്ട് ഭാഗ്യം ഉണ്ടാവും എന്ന് പറയാണ്. അപ്പൊ അതിന്റെ ഈ വൃഷഭാനവന്റെ ജന്മത്തിന് മുമ്പായിട്ട് സുചന്ദ്ര എന്നുള്ള രാജാവ് ആയിട്ട് ജനിച്ചു എന്നാണ്. പിന്നീട് അവരുടെ പത്നിയായിട്ട് കലാവതി ജനിച്ചു. ഈ കലാവതിയും സുചന്ദ്രനും അവർക്ക് സന്താനങ്ങളില്ല. അതുകൊണ്ട് അവരും എത്രയോ കാലം തപസ് ചെയ്തു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു അവരുടെ മുമ്പില്. എന്നിട്ട് പറഞ്ഞു, ഈ ജന്മത്തെ നിങ്ങൾക്കതിന് ഭാഗ്യമില്ല, അടുത്ത ജന്മത്ത് മറ്റൊരു രൂപം ജന്മം സ്വീകരിക്കും നിങ്ങൾ. ആ സമയത്ത് നിങ്ങൾക്ക് സാക്ഷാൽ ദേവി തന്നെ, അതായത് കൃഷ്ണപ്രേയസി തന്നെ പുത്രിയാവാൻ ഭാഗ്യം ഉണ്ടാവും എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് അനുഗ്രഹിച്ചു അവരെ. അങ്ങനെ സുചന്ദ്ര എന്നുള്ള രാജാവും കലാവതി എന്നുള്ള രാജ്ഞിയും ആണ് അവരുടെ ദിവ്യമായിട്ടുള്ള തപസ്സിന്റെ പ്രഭാവം കൊണ്ട് വൃഷഭാനുവും കീർത്തി ദേവിയുമായിട്ട് അവതരിച്ചത്. സാക്ഷാൽ സൂര്യദേവന്റെ അപേക്ഷയ്ക്ക് അനുസരിച്ചിട്ടാണ് ഈ വൃഷഭാനുവായിട്ട് ജനിക്കേണ്ട ഒരു ഭാഗ്യം ബ്രഹ്മാവ് കൊടുത്തത്, ഭഗവാൻ കൊടുത്തത് എന്നാണ്. അതിനുശേഷം ഒരു ബ്രഹ്മവൈവർത്ത പുരാണത്തില്, അതേപോലെ ബ്രഹ്മാണ്ഡ പുരാണത്തില്, ഗർഗസംഹിതയില് എല്ലാം അതില് രാധാറാണിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തില് അത്ര കാര്യമായിട്ടൊന്നും അതിനെ കുറിച്ചിട്ട് പറയുന്നില്ല. അപ്പോ ഗോലോകത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ ദിവ്യമായ ഭാവത്തോടുകൂടി ഭഗവാൻ സാന്നിധ്യം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ അങ്ങനെ ശയിക്കുന്ന സമയത്ത് തൻ്റെ ഛായ പോയി. ആ ഛായയില് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഛായ അത് മനസ്സിലിങ്ങനെ അത് ധ്യാനിച്ച് പിന്നീട് ഭഗവാൻ അത് ഒരു രൂപമായിട്ട് ഭഗവാന് കാണാൻ സാധിച്ചു. അപ്പോൾ ഭഗവാൻ ആ രൂപത്തിനെ ഭംഗിയായിട്ട് ഭഗവാൻ അലങ്കരിക്കും.
ഭംഗിയായിട്ട് അലങ്കരിച്ച് വിശേഷപ്പെട്ട ആഭരണങ്ങൾ അലങ്കരിച്ച് ഭഗവാൻ അതിൻ്റെ ഭംഗി നോക്കിയിട്ട് വിസ്മാപനം സ്വസ്തജ സൗഭഗർദ്ധയ പരംപദം ഭൂഷണഭൂഷണാംഗം എന്നാ പറയാം. അത്രയും ഭഗവാൻ ആനന്ദിച്ചു, ഭഗവാൻ അതിൽ മോഹിച്ചു പോയി എന്നാണ്. അങ്ങനെ ഭഗവാന്റെ ഛായയിൽ തന്നെ മോഹിച്ചു പോയി. ആ രൂപമാണ് രാധാറാണിയായിട്ട് പരിണമിച്ചത്. അപ്പൊ സുചന്ദ്ര രാജാവും കലാവതി ദേവിയുമാണ് വൃഷഭാനുവായിട്ട് അതേപോലെ കീർത്തിദ ദേവിയായിട്ട് ജനിച്ചത് എന്നാണ്. അവർക്കും ഇതേപോലെ കുട്ടികളില്ലാതിരുന്നു. അപ്പൊ വൃഷഭാനു മഹാരാജാവായിട്ട് തന്നെയാണ്. അദ്ദേഹത്തിന് വളരെയധികം ചക്രവർത്തിയെ പോലെയാണ് അത് വൃഷഭാനു എന്നത്. അപ്പോ ഗോപന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബർസാനയിലാണ് അദ്ദേഹത്തിന്റെ ബ്രഹ്മാവ് 3 പർവ്വതങ്ങൾ ആണ് ഈ വൃന്ദാവനത്തിലുള്ളത്. 3 പർവ്വതങ്ങൾ ത്രിമൂർത്തികളെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ്. മഹാവിഷ്ണു ഭഗവാനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഗോവർദ്ധന പർവ്വതം. മഹാദേവന്റെ പ്രതിനിധാനം ചെയ്യുന്ന പർവ്വതമാണ് നന്ദീശ്വര പർവ്വതം. അതായത് നന്ദീശ്വര പർവ്വതം, നന്ദഗാവ് എന്ന് പറയും. അതേപോലെ ബ്രഹ്മാവിനെ പ്രതിനിധാനം ചെയ്യുന്ന പർവ്വതമാണ് ബർസാന എന്നത്. ബ്രഹ്മാവ് പർവ്വതമായി നിന്ന് അവസ്ഥ ചെയ്യുന്നു. അതേപോലെ തന്നെ മഹാദേവൻ പർവ്വതമായിട്ട് നന്ദീശ്വര പർവ്വതമായിട്ട് മാറി അവിടെ. എന്തിനാണിത്? കൃഷ്ണലീലയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാനും ഒന്നിച്ചു വരുന്ന ആ ഒരു ദിവ്യമായിട്ടുള്ള ലീലകളിൽ പങ്കെടുക്കാനായിട്ടാണ് അവര് ഒന്നിച്ച് ത്രിമൂർത്തികൾ ഒന്നിച്ച് അവതരിച്ചത്, സാക്ഷ്യം വഹിക്കാനായിട്ടാണ് എന്നാണ്. ഇപ്പൊ ബ്രഹ്മാവിനെ പ്രതിനിധാനം ചെയ്യുന്ന പർവ്വതമാണ് ബർസാന എന്നുള്ള പർവ്വതം. അവിടെ ബ്രഹ്മാവിനും ആഗ്രഹമുണ്ട് എന്ത്? രാധാറാണിയുടെ പാദസ്പർശം ഏൽക്കാനായിട്ട് എന്നാണ്. അപ്പൊ ഈ വൃഷഭാനു മഹാരാജാവിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥലമുണ്ട്. പല സ്ഥലത്തുണ്ടാവുമല്ലോ ഈ രാജാക്കന്മാർക്ക് പല വയലുകള്, അതേപോലെ ഒരുപാട് ഓഫീസുകൾ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇതേപോലെ ആണ് ഇവിടെ റാവൽ എന്നുള്ള സ്ഥലത്ത് ഒരു വലിയ ഒരു കൊട്ടാരം അവിടെ ഉണ്ട് എന്നാണ്. അപ്പൊ അവിടെ വൃഷഭാനു മഹാരാജാവ് ഒരിക്കൽ സ്നാനത്തിനായിട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു സ്വർണ്ണ നിറമുള്ള താമരപ്പൂ കാണാൻ സാധിക്കുന്നു. ആ താമരപ്പൂവിൽ ഒരു പെൺകുട്ടി കിടക്കുന്നതായിട്ട് കാണുന്നു. അത്ഭുതം തോന്നി മഹാരാജാവിന്. രാധാറാണിയുടെ അവതാരം എപ്പോഴാണ്? വാസ്തവത്തിൽ മിക്കവാറും ആളുകൾക്ക് അറിയില്ല രാധാറാണി എപ്പോഴാണ് അവതരിച്ചത് എന്നുള്ളത്. പ്രഭാതത്തിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ 4:30 മണിക്കാണ് രാധാറാണിയുടെ അവതാരം എന്നാ പറയുന്നത്. ഈ അവതാരത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4:30 മണി എന്നുള്ളത് ബ്രാഹ്മ മുഹൂർത്തമാണ്. അപ്പോ സൂര്യൻ പ്രകാശിക്കാനായിട്ട് പോകുന്നു. അപ്പൊ ഒരു ആനന്ദത്തിന്റെ, വെളിച്ചത്തിന്റെ, ആനന്ദത്തിന്റെ ഒരു മുഹൂർത്തമാണ് ഈ ഒരു ബ്രാഹ്മ മുഹൂർത്തം എന്നത്. ആ മുഹൂർത്തത്തിലാണ് രാധാറാണി ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ്. അങ്ങനെ ആ ഒരു സ്വർണ്ണ നിറമുള്ള താമരയില് ഒരു പെൺകുട്ടി കിടക്കുന്നതായിട്ട് വൃഷഭാനു കാണുന്നു. വൃഷഭാനുവിന്റെ അടുത്തേക്ക് ഈ താമര ഇങ്ങനെ ഓളങ്ങളിൽ പെട്ട്, യമുനയിലെ ജലത്തിലെ ഓളങ്ങളിൽ പെട്ട് പതുക്കെ 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 നീങ്ങി വരുന്നതായിട്ട് കാണുന്നു. അപ്പോഴൊക്കെ കീർത്തിദാദേവി തന്റെ ആ തോഴിമാരോട് കൂടിയിട്ട് ആ സമയത്ത് ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ യമുനയിൽ സ്നാനത്തിനായിട്ട് വരുന്നു. 2 പേർക്കും ഈ പെൺകുഞ്ഞിനെ കണ്ട സമയത്ത് എന്തെന്നില്ലാത്ത ആനന്ദം തോന്നുന്നു. കീർത്തിദാദേവിയുടെ സ്തനങ്ങൾ ചുരന്നു എന്നാ പറയുന്നത് ഈ പെൺകുട്ടിയെ കണ്ട സമയത്ത്. അപ്പോഴേക്ക് ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു അവിടെ. ബ്രഹ്മദേവൻ ആ പെൺകുഞ്ഞിനെ കയ്യിലെടുത്തു. എന്നിട്ട് പറഞ്ഞു, വൃഷഭാനുവിന്റെ കയ്യിൽ കൊടുത്തു. ആ പെൺകുട്ടിയെ തന്റെ ഗൃഹത്തിലേക്ക് നിങ്ങൾക്കായിട്ട് ഭഗവാൻ തന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. അത് ആ കയ്യിലെടുത്തിട്ട് ആ കീർത്തിദാദേവിയുടെ കയ്യിൽ കൊടുത്തു. കീർത്തിദാദേവിയും ഈ വൃഷഭാനു രാജാവും റാവൽ എന്നുള്ള സ്ഥലത്തുനിന്ന് നേരെ ബർസാനയിൽ എത്തിച്ചേർന്നു. അപ്പൊ ഈ രാധാറാണിയുടെ ആവിർഭാവം എങ്ങനെയാണ് ഗോലോകത്ത് എന്നുള്ളതും ആചാര്യന്മാർ വളരെ വിശദമായിട്ട് പറയാറുണ്ട്. ഭഗവാനാണെങ്കിൽ തന്റെ രൂപത്തിനെ തന്നെ, തന്റെ പ്രതിബിംബത്തിനെ തന്നെ ഭഗവാൻ
എന്തെന്നില്ലാത്ത ആകർഷിക്കണു ഭഗവാനെ എന്നാണ്. ഭഗവാൻ തന്നെയാണ്, എന്നാൽ ഭഗവാന്റെ പ്രതിബിംബത്തിനോട് ഭഗവാന് എന്തെന്നില്ലാത്ത ആകർഷണം. ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ഹൃദയത്തിന്റെ പ്രതിബിംബം കാണാറുണ്ട് എന്നാണ്. പ്രത്യക്ഷമായിട്ട് ഭഗവാനെ പ്രതിബിംബത്തിനെ കാണാൻ തുടങ്ങി. അങ്ങനെ ആ പ്രതിബിംബത്തിന് ഭഗവാൻ ഭംഗിയായിട്ട് കിരീടം അണിയിച്ചു, കാതിൽ ആഭരണങ്ങൾ അണിയിച്ചു, കഴുത്തിൽ ആഭരണങ്ങൾ അണിയിച്ചു, അരയിൽ ആഭരണങ്ങൾ അണിയിച്ചു. എന്നിട്ട് ഭഗവാൻ അതിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു, പരസ്പരം പുഞ്ചിരിച്ചു എന്നാണ്. അപ്പൊ രാധാറാണിയുടെ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ഛായയിൽ നിന്നാണ് രാധാറാണിയുടെ ആവിർഭാവം എന്നുള്ളത് ആചാര്യന്മാർ പറയുന്നു. അതിമനോഹരമാണ്. അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ മദനമോഹന മോഹിനി എന്നാണ് രാധാദേവിയെ കുറിച്ച് പറയാറ്. കന്ദർപ്പ കോടി കമനീയ വിശേഷ ശോഭം. ഭഗവാനെ പറയുന്നു, വേണും കൊണന്തം അരവിന്ദ ദലായദാക്ഷം ബർഹാവതംസം അസിതാംബുദ സുന്ദരാംഗം കന്ദർപ്പ കോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. കന്ദർപ്പ കോടി കമനീയ വിശേഷ ശോഭം. ഒരു കോടിക്കണക്കിൽ കാമദേവന്മാരുടെ ശോഭ ഭഗവാനുണ്ട്. എന്നാൽ അതിനെ അതിശയിപ്പിക്കുന്ന സൗന്ദര്യം രാധാറാണിക്കുണ്ട്. മദനമോഹനനായിട്ടുള്ള ഭഗവാനെ മോഹിപ്പിക്കുന്ന സൗന്ദര്യം രാധാറാണിക്കുണ്ട് എന്നതാണ്. അങ്ങനെയുള്ള ആ രാധാറാണിയാണ് ഇപ്പോ വൃഷഭാനുവിന്റെയും കീർത്തിദാദേവിയുടെയും പുത്രിയായിട്ട് റാവലിൽ വന്നിട്ടുള്ളത് എന്നാണ്. ഇപ്പോ ഈ കുട്ടിക്ക് ഒരു നല്ല എല്ലാ സൗന്ദര്യമുണ്ട്, എല്ലാ വിധത്തിലുള്ള മംഗളകരമായിട്ടുള്ള എല്ലാ ഭാവങ്ങളും ഈ കുട്ടിക്കുണ്ട് എന്നാണ്. പക്ഷേ ചെറിയ ഒരു ദുഃഖം അവർക്ക് തോന്നുന്നു. കാരണം ഈ പെൺകുട്ടി കണ്ണ് മിഴിച്ചിട്ടില്ല ഇതേവരെ. എന്താണ് കണ്ണ് മിഴിക്കാത്തത് എന്നുള്ളത് അറിയണില്ല. ദുഃഖത്തിൽ ആറാടാണ് അവിടെ. ആ പെൺകുഞ്ഞുണ്ടായിട്ടുള്ള കുട്ടി ഉണ്ടായിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്കും അച്ഛനും അമ്മയും വല്ലാതെ ദുഃഖിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ദേവന്മാര് നാരദ മഹർഷിയെ അയച്ചു. എന്താണ് കാരണം എന്നുള്ളത് അറിഞ്ഞ അവർക്കൊരാശ്വാസം കൊടുക്കാനായിട്ട്. എവിടെ ദുഃഖങ്ങളുണ്ടോ, എവിടെ ആരാണോ ദുഃഖിക്കുന്നത് ഭക്തന്മാര്, അവിടെ നാരദ മഹർഷി പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നാണ്. നാരദ മഹർഷി കേട്ടിട്ടുണ്ട് ഗോലോകത്തിന്റെ ചക്രവർത്തിയായിട്ടുള്ള രാധാറാണിയുടെ അവതാരം നടന്നിട്ടുണ്ട് എന്നുള്ളത്. നാരദ മഹർഷി അന്വേഷിച്ച് നടന്ന് അവസാനം എത്തിച്ചേരണു ഇവിടെ വൃഷഭാനുവിന്റെ അടുത്ത് ബർസാനയിൽ എത്തിച്ചേരുന്നു. അവിടെ എത്തിയതും നാരദ മഹർഷിയുടെ അടുത്ത് വൃഷഭാനു മഹാരാജാവ് നമസ്കരിച്ചു എന്നിട്ട് തന്റെ പുത്രനാണ്, ഒരു പുത്രനുണ്ട് ശ്രീതാമാവ്. ആ ശ്രീതാമാവിനെ കൊണ്ടുപോയി മടിയിലിരുത്തി ആ ഉണ്ണിയെ എടുത്ത് ഭംഗിയായിട്ട് ലാളിച്ചു. അതിനുശേഷം നാരദ മഹർഷി കുറെ നേരം ആ ഉണ്ണിയെ ലാളിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അതിനുശേഷം നാരദ മഹർഷി അവിടുന്ന് പുറത്തിറങ്ങി. വീണ്ടും നാരദ മഹർഷി ചുറ്റി സഞ്ചരിച്ച് വീണ്ടും വന്നു ഈ വൃഷഭാനുവിന്റെ കൊട്ടാരത്തിലേക്ക് വരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്നോട് എന്തോ പറയാനുണ്ട്, ഒളിച്ചു വെക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ, എന്താണ് കാരണം? നാരദ മഹർഷി ചോദിക്കുകയാണ്. അപ്പോ വൃഷഭാനുവും കീർത്തിദാദേവിയും ദുഃഖത്തോടു കൂടെ പറയുന്നു, ഒരു പെൺകുട്ടി കൂടെ ഉണ്ട്, സർവ്വ സൗഭാഗ്യങ്ങളുണ്ട്, പക്ഷെ ആ പെൺകുഞ്ഞ് കണ്ണു മിഴിക്കണില്ല എന്നതാണ് ഒരു ദുഃഖം എന്ന് പറയാണ്. അപ്പൊ നാരദ മഹർഷി ആ വൃഷഭാനുവിന്റെ ആ രാധാറാണിയെ കടത്തിയിട്ടുള്ള ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു, സ്വകാര്യ മുറിയിലേക്ക് എത്തിച്ചേർന്നു. അവിടുന്ന് നാരദ മഹർഷി പറയുന്നു, നിങ്ങൾ തൽക്കാലം ഒന്ന് പുറത്തേക്ക് പോവേണ്ടതായിട്ടുണ്ട്. ഈ കുഞ്ഞ് കണ്ണ് മിഴിക്കാനായിട്ട് ചില മന്ത്രങ്ങളും ചില വിധത്തിലുള്ള സൂത്രവിദ്യകളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഒന്ന് പുറത്തേക്ക് പോകുമെന്ന് പറയാണ്. അങ്ങനെ വൃഷഭാനുവും കീർത്തിദാദേവിയും രണ്ടുപേരും അവിടുന്ന് ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. നാരദ മഹർഷി ആ പെൺകുഞ്ഞിനെ നമസ്കരിച്ചുകൊണ്ട് കൃഷ്ണപ്രേയസി എന്ന്, വൃന്ദാവന പ്രിയേ, വേണുവാദന പ്രിയേ എന്നുള്ള ആ മന്ത്രങ്ങൾ നാരദ മഹർഷി ജപിക്കാൻ തുടങ്ങി. അങ്ങനെ ജപിച്ച് കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് ആ പെൺകുഞ്ഞ് കണ്ണു മിഴിച്ചു, നാരദ മഹർഷിയെ നോക്കി. അവിടുന്ന് എഴുന്നേറ്റിരുന്നു എന്നാ പറയാം. 8 ദിവസമായിട്ടുള്ളൂ അവതരിച്ചിട്ട്. എഴുന്നേറ്റിരുന്നിട്ട് കൈ കൊട്ടാൻ തുടങ്ങി. നാരദ മഹർഷി ഭംഗിയായിട്ട് വീണ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ആ നാരദ മഹർഷി വീണ വായിച്ചുകൊണ്ട് പെൺകുഞ്ഞിന്റെ ചുറ്റുമായിട്ട് നൃത്തം വെക്കുന്നു. ഈ പെൺകുഞ്ഞ് എന്തിന് എഴുന്നേറ്റിരുന്ന്
കയ്യില് ആ കറുത്താള് വെച്ചിട്ട് ഭംഗിയായിട്ട് ആ വീണയ്ക്കനുസരിച്ച് അതിന് ആ വാദ്യഘോഷം ചെയ്യുന്നു. പെൺകുഞ്ഞ് വളരെ ആനന്ദത്തോടു കൂടി ഇരിക്കുന്നു. അപ്പോ ഈ മുറിയുടെ ഉള്ളിൽ നിന്ന് ഭംഗിയായുള്ള സംഗീതങ്ങൾ, നാരദ മഹർഷിയുടെ നൃത്തത്തിന്റെ ശബ്ദങ്ങള്, പെൺകുഞ്ഞിന്റെ കളകള ശബ്ദങ്ങള്, ചെറിയ കുട്ടികൾ പറയുന്ന ആ ഒരു ശബ്ദത്തില് സംസാരം, ചിരികള്, ഇതൊക്കെ ഈ വൃഷഭാനുവും കീർത്തിയും പുറമേ നിന്ന് കേൾക്കാണ്. അവർക്ക് അത്ഭുതം തോന്നി, എന്ത് വിദ്യ നാരദ മഹർഷി ഇവിടെ പ്രദർശിപ്പിച്ചത് എന്നുള്ളത്. അപ്പോ നാരദ മഹർഷി അവരെ അകത്തേക്ക് വിളിച്ചപ്പോഴേക്ക് ആ പെൺകുഞ്ഞ് പഴയ പോലെ തന്നെ കിടക്കുന്നു. അവിടെ കിടക്കുന്നു. നാരദ മഹർഷി പറയുന്നു, കൃഷ്ണപ്രിയ എന്നുള്ള പേര് വിളിച്ചാൽ മാത്രമേ ഈ പെൺകുഞ്ഞ് കണ്ണുമിഴിക്കുള്ളൂ എന്ന് പറയാണ്. ഈ പെൺകുഞ്ഞിന് ചലനം ഉണ്ടാവണമെങ്കിൽ ആ രാധാറാണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ പേര് വിളിക്കണം. രാധാറാണിയുടെ പേര് വിളിച്ചാൽ രാധാറാണിക്ക് സന്തോഷം ഉണ്ടാവില്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെ പേര് വിളിച്ചാൽ മാത്രമേ രാധാറാണിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അതേപോലെ ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് ഹനുമാൻ ചാലിസ പാടിയിട്ട് യാതൊരു കാര്യമില്ല എന്നാ പറയുന്നത്. അവിടെ ചെന്ന് ശ്രീരാമചന്ദ്ര സ്വാമിയെ അവിടെ പ്രകീർത്തിച്ചു കഴിഞ്ഞാൽ ഹനുമാൻ സന്തോഷിക്കും. ഹനുമാനെ ഗ്ലോറിഫൈ ചെയ്തു കഴിഞ്ഞാൽ ശ്രീരാമൻ സന്തോഷിക്കും എന്നാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രകീർത്തിച്ചു കഴിഞ്ഞാൽ രാധാറാണി സന്തോഷിക്കും. രാധാറാണിയെ പ്രകീർത്തിച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സന്തോഷിക്കും എന്നാണ്. അപ്പോ നിങ്ങൾ ഈ രാധാറാണിയെ, ഈ കുഞ്ഞിനെ അതിന്റെ പേര് വിളിച്ച് കരഞ്ഞുകൊണ്ട് കാര്യമില്ല. കൃഷ്ണനെ വിളിച്ചിട്ട് കരയൂ, കൃഷ്ണനെ വിളിക്കൂ. കൃഷ്ണനെ വിളിച്ചിട്ട് ആ പെൺകുഞ്ഞിനെ കയ്യിലെടുക്കൂ എന്ന് പറയാണ്. അപ്പൊ ഏകദേശം ഈ സമയമാകുമ്പോഴൊക്കെ അമ്പാടിയില് ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്. വൃഷഭാനു മഹാരാജാവ് യശോദാദേവിയെയും നന്ദഗോപരെയും 2 ഗോപന്മാരെയും എല്ലാവരെയും ഈ പെൺകുട്ടിയുടെ ജന്മോത്സവത്തിന് പങ്കെടുക്കാനായിട്ട് വിളിക്കുകയാണ്. അവതാര മഹോത്സവത്തിന് പങ്കെടുക്കാനായിട്ട് വിളിക്കുകയാണ്. അങ്ങനെ വിളിക്കുന്ന സമയത്ത് യശോദാദേവിയും കീർത്തിദേവിയും വളരെ സുഹൃത്തുക്കളാണ്. നന്ദഗോപരും വൃഷഭാനുവും സുഹൃത്തുക്കളാണ്. അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് രാധാറാണിയെ ഭംഗിയായിട്ട് തൊട്ടിലിൽ കിടത്തിയിട്ടുണ്ട്. ആ തൊട്ടിലിൽ അതിന്റെ തൊട്ടടുത്ത് ഭഗവാനെയും കിടത്തിയിട്ടുണ്ട്. അങ്ങനെ ഭഗവാനും രാധാറാണിയും കണ്ടതോടുകൂടി രാധാറാണിയുടെ അടുത്ത് ചെന്നിരുന്ന് കൃഷ്ണസ്പർശത്തിന് മാത്രമേ രാധാറാണിയെ ഉണർത്താൻ സാധിക്കുള്ളൂ. രാധാറാണിയുടെ സ്പർശത്തിന് മാത്രമേ ശ്രീകൃഷ്ണ ഭഗവാനെ ഉണർത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം നമ്മൾ ജപിക്കുന്ന സമയത്ത് രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാനും ഒന്നിച്ച് നമ്മളുടെ മുമ്പിൽ അനുഗ്രഹിക്കാനായിട്ട് വരുന്നു. ശ്രീകൃഷ്ണ ഭഗവാനേക്കാൾ കൂടുതൽ കരുണ രാധാറാണിക്കുണ്ട് എന്നാണ്. അവതാരങ്ങൾ എത്രയോ ഭഗവാൻ എടുത്തിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ കരുണയുടെ അവതാരം എന്ന് പറഞ്ഞാൽ രാധാറാണിയാണ് കരുണയുടെ അവതാരം എന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്പർശം വന്നതോടുകൂടി രാധാറാണി പെട്ടെന്ന് കണ്ണുമിഴിച്ചു, കൈകാല് ഭംഗിയായിട്ട് പുഞ്ചിരിച്ചു. പിന്നീട് മനോഹരമായിട്ട് ഭഗവാനെ കടാക്ഷിച്ചു എന്നാണ്. എന്തൊന്നില്ലാത്ത ആനന്ദം 2 പേർക്കും എന്നാണ്. പിന്നെ മനോഹരമാണ്. രാധാറാണിയുടെ ഓരോ ലീലകളും മനോഹരമാണ്. പിന്നീട് ഭഗവാൻ എപ്പോഴാണ് ഈ മയിൽപ്പീലി എന്തിനാ ഭഗവാൻ ധരിക്കുന്നത്? അതിന്റെ പിന്നിലൊരു കഥ ഉണ്ടെന്നാ പറയുന്നത്. ഭംഗിയായിട്ട് ഭഗവാൻ വേണുഗാനം ചെയ്യുന്നു. ആ വേണുഗാനം ചെയ്യുന്ന ആ സമയത്ത് വേണുഗാനം കേട്ട് രാധാറാണി വളരെ പെട്ടെന്ന് ആ ബർസാനയിൽ നിന്നും ഇറങ്ങി വരികയാണ്. അങ്ങനെ ഇറങ്ങി സങ്കേതവൻ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള സ്ഥലത്ത് ഇറങ്ങി വരുന്ന ആ സമയത്ത് യമുനയിൽ നിന്നും വെള്ളം കൊണ്ടുവരാ എന്നുള്ള നിലയ്ക്കാണ് രാധാറാണി ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഭഗവാൻ രാധാറാണിയെ കണ്ടു. അപ്പൊ ഒരു മയില് ഭഗവാന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ആ മയില് മുമ്പിൽ വന്ന് നിന്നിട്ട് ഭംഗിയായിട്ട് ഭഗവാൻ വേണുഗാനം ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ മയിൽ ഇങ്ങനെ പിന്നോട്ട് പോകും. അപ്പൊ ഭഗവാൻ ഭഗവാൻ മയിലിന്റെ അടുത്തേക്ക് വരും. മയിലിന്റെ അടുത്തേക്ക് നീങ്ങി വരും. കുറച്ചുകൂടി പിന്നോട്ട് പോകും. അപ്പോഴേക്ക് വീണ്ടും പിന്നിലേക്ക് ഇങ്ങനെ വരും. ഭഗവാൻ മുന്നോട്ട് പോകും. അങ്ങനെ വന്ന് അവസാനം രാധാറാണി വെള്ളം എടുക്കാൻ വേണ്ടി കുടം കയ്യിലെടുത്ത് ആ വെള്ളം എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഭഗവാൻ രാധാറാണിയെ കണ്ടു.
ആ കുടം കയ്യിലെടുത്ത് വെള്ളം കണ്ട് എടുക്കുന്നതിന്റെ ഇടയ്ക്ക് രാധാറാണി ഭഗവാനെ ഒന്ന് കടാക്ഷിച്ചു. അതോടുകൂടി ആ മയില് പെട്ടെന്ന് ഇവിടുന്ന് ഓടിപ്പോയി എന്നാ പറയുന്നത്. ഇപ്പൊ മയിലിനോട് ഇത്രയും പ്രീതി തോന്നാൻ കാരണം എന്താണ്? ഭഗവാന് രാധാറാണിയെ കാണാനായിട്ടുള്ള ഒരു ഉപാധിയായി ഈ മയില് എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ എപ്പോഴും രാധാറാണിയുടെ ഒരു സ്മരണയ്ക്കാണ് ഭഗവാൻ മയിൽപ്പീലി തന്റെ ശിരസിൽ ധരിക്കുന്നത് എന്നാണ്. അങ്ങനെയാണ് രാധാറാണിയെ വീണ്ടും ഭഗവാൻ കാണുന്നത്. അനേകം ലീലകളുണ്ട് രാധാറാണിയും ഭഗവാനുമായിട്ട്. ആ വാസ്തവത്തിൽ ആ വൃന്ദാവന ഭഗവാൻ ഈ ഭൂമിയിലേക്ക് വരാൻ തയ്യാറെടുത്തിരിക്കുന്ന ആ ഒരു സമയത്ത് രാധാറാണി പറഞ്ഞു, അവിടുന്ന് പോവുകയാണെങ്കിൽ എനിക്കും കൂടി കൂടെ വരണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ വരണം എന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പെട്ടെന്ന് വരില്ല. ഞാൻ ചില കാര്യങ്ങൾ പറയാം, എനിക്ക് ചില നിബന്ധനകളുണ്ട്, എന്നാൽ മാത്രമേ ഞാൻ വരുള്ളൂ എന്ന് പറയാണ്. അപ്പൊ രാധാറാണി എന്തൊക്കെയാ നിബന്ധന എന്ന് ചോദിക്കാം. അപ്പൊ രാധാറാണി പറഞ്ഞു, വൃന്ദാവനം എന്നുള്ളത്, വൃന്ദാവനം വേണം ഞാൻ വരുന്ന സ്ഥലത്ത്. പിന്നെ ഗോവർദ്ധനം വേണം, യമുനാ നദി വേണം, വ്രജത്തിലുള്ള രജസ്. അപ്പോ ഈ 4 വസ്തുക്കളുള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ ഉണ്ടാവുള്ളൂ. ഭഗവാനെ കാണാൻ സാധിക്കുന്നത് വരെ ഞാൻ കണ്ണു തുറക്കില്ല. ഭഗവാനെ, കൃഷ്ണനെ അല്ലാതെ മറ്റൊരാളെയും എനിക്ക് കാണണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ട് ഞാൻ ഭഗവാന്റെ ആ ദർശനത്തിന് വേണ്ടി മാത്രമേ കണ്ണു വിഴിക്കുള്ളൂ, രാധാറാണി പറയാണ്. അങ്ങനെ രാധാറാണിയുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇവിടെ ഈ വ്രജമണ്ഡലത്തിന്റെ ഒരു ഭാഗം, ഗോലോക വൃന്ദാവനത്തിന്റെ ഒരു ഭാഗം ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഈ വ്രജമണ്ഡലം എന്നുള്ളത് സാധാരണ ഒരു സ്ഥലം പോലെയല്ല. വൃന്ദാവനം, 12 കാനനങ്ങള്, യമുനാ നദി, ഗോവർദ്ധനം, ഇതൊന്നും ഭൗതികമായ ലോകത്തിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. രാധാറാണിയുടെ സാന്നിധ്യം ഈ വൃന്ദാവനത്തിനേക്കാളും കൂടുതൽ വേറെ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. എവിടെയും ഒരു പിടി മണ്ണ് കയ്യിലെടുത്തെന്ന് വിചാരിക്കുക, ആ കയ്യില് ആ മണ്ണില് കറുത്ത മൺതരിയും വെളുത്ത മൺതരിയും ഉണ്ടാവും, ആ ഒരു പിടി മണ്ണിൽ. അപ്പൊ രാധാകൃഷ്ണന്മാരുടെ ആ ഒരു പ്രാതിനിധ്യമാണ് അവിടുത്തെ രജസ്സിന് പോലും. വ്രജ രജസ് എന്നാ പറയാം. ഭഗവാൻ കാലിൽ പാദുകങ്ങൾ ഇടാതെ സഞ്ചരിച്ചത് ഭഗവാൻ, രാധാറാണി, അതേപോലെ ഗോപന്മാര്, ഗോപിമാര്, പിന്നെ യശോദാദേവി, നന്ദഗോപര്, വ്രജത്തിലുള്ളവരാരും കാലിൽ പാദുകങ്ങൾ ധരിക്കാറില്ല. പൃഥ്വിതൻ തിരുമാർത്തട്ടിൽ ഉത്സവം ചേർത്ത കാലടി എന്നാണ്. അപ്പൊ 38 ചിഹ്നങ്ങള്, 19 ചിഹ്നങ്ങൾ രാധാറാണിയുടെ പാദത്തില്, 19 ചിഹ്നങ്ങൾ ഭഗവാന്റെ പാദത്തില് എന്നാണ്. ഈ 2 രണ്ടും ഒന്നിച്ചു വന്നിട്ടുണ്ട്. എവിടെ വന്നത്? സാക്ഷാൽ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിൽ നമ്മൾ കാണാൻ സാധിക്കും. അവിടുന്ന് സന്യാസ ദീക്ഷ എടുത്തിട്ട് നേരെ അവിടുന്ന് പോയിട്ടുള്ളത് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലാണ്. പുരി ജഗന്നാഥന്റെ ആ ക്ഷേത്രത്തിൽ എത്തിയപ്പോഴേക്ക് അവിടത്തേക്ക് രാധാറാണിയെ ഓർമ്മ വന്നു. രാധാറാണിയുടെ ഭാവത്തോടു കൂടി അവതരിച്ചത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരമാണെങ്കിലും രാധാറാണിയുടെ ഭാവമാണ് അവിടത്തേക്ക്. കരുണയാവതീർണ കലവ് എന്നാ പറയണത്. കരുണയോട് കൂടിയിട്ട് കലിയുഗത്തിൽ അവതരിച്ചിരിക്കണം. എന്തിന്? കൃഷ്ണ പ്രേമപ്രദായത്തെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രേമഭാവം എല്ലാവർക്കും അധികാര ഭേദമില്ലാതെ വിതരണം ചെയ്യാനായിട്ട് അവിടുന്ന് അവതരിച്ചതാണ്. അപ്പോ രാധാറാണിയുടെ ഉദ്ദേശം എന്താണ്? ആളെ നോക്കാതെ, ആരോടും ഒരു ഭേദഭാവന ഇല്ലാതെ, എല്ലാവരും അധികാര ഭേദമില്ലാതെ പ്രേമം വിതരണം ചെയ്യാനാണ് രാധാറാണി അവതരിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അവതരിക്കുന്ന സമയത്തോ അതാ പറയുക, യോ ബ്രഹ്മ വിഷ്ണു ബ്രഹ്മ രുദ്ര ശുക നാരദ ഭീഷ്മ മുഖ്യൈ ആലക്ഷ്യതോ ന സഹസാ പുരുഷസ്യ തസ്യ. ബ്രഹ്മാവ്, രുദ്രൻ, അതേപോലെ ശുകദേവ ഗോസ്വാമി, നാരദ മഹർഷി, ഭീഷ്മര്, അങ്ങനെയുള്ളവർക്ക് ഭഗവാനെ അങ്ങനെയൊന്നും കണ്ടു കിട്ടാൻ സാധിക്കില്ല എന്നാ പറയണത്. ആ പാദധൂളികളിൽ നമസ്കരിക്കുക എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ എപ്പോഴും കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? സദ്യോ വശീകരണ ചൂർണം അനന്ത ശക്തിം. ഭഗവാനെ വശീകരിക്കാൻ ഒരു വസ്തുവിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് രാധാറാണിയുടെ
പാദധൂളികൾക്ക് മാത്രമേ ശ്രീകൃഷ്ണ ഭഗവാനെ വശീകരിക്കാൻ സാധിക്കുള്ളൂ എന്നാ പറയണത്. അപ്പൊ വൃന്ദാവനത്തിലെ 3 അവസ്ഥയിലുള്ള കുഞ്ചങ്ങൾ കാണാൻ സാധിക്കും. കുഞ്ചം, നികുഞ്ചം, നിഭൃത നികുഞ്ചം എന്നാണ്. കുഞ്ചം എന്നുള്ളത് വള്ളിക്കുടലുകൾ. അവിടെ എല്ലാവർക്കും, അതായത് ഗോപിമാർക്കും എല്ലാവർക്കും ഗോപന്മാർക്കൊക്കെ പ്രവേശിക്കാം കുഞ്ചത്തില്. നികുഞ്ചത്തില് ഗോപികമാർക്കും ഭഗവാനും മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. നിഭൃത നികുഞ്ചത്തില് രാധാറാണിക്കും ഭഗവാനും മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. മറ്റൊരാൾക്ക് പോലും അവിടെ, ഗോപിമാർക്ക് അഷ്ടസഖികൾക്ക് പോലും അവിടെ പ്രവേശനമില്ല. രാധാറാണിക്ക് മാത്രമേ അവിടെ, രാധാറാണിക്കും ഭഗവാനും മാത്രമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആ രാധാറാണിയുടെ പാദധൂളി ഭഗവാൻ ശിരസിൽ ധരിക്കണമെന്നാ പറയണത്. അപ്പോ അങ്ങനെയുള്ള തം രാധിക ചരണരേണും അനുസ്മരാമി, രാധാറാണിയുടെ പാദധൂളിയെ നമ്മൾ നിരന്തരമായിട്ട് സ്മരിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രസാദം നമ്മൾക്കുണ്ടാവും. ശ്രീകൃഷ്ണ ഭഗവാൻ പൂർണ്ണമായിട്ട് അനുഗ്രഹിച്ചാൽ മാത്രമേ രാധാറാണിയെ നമ്മൾക്ക് സ്വാധീനമാക്കാൻ പറ്റുള്ളൂ. രാധാറാണി സ്വാധീനമായാലേ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വാധീനമാവുള്ളൂ. രണ്ടുപേരും പരസ്പര പൂരകങ്ങളാണ് എന്നാണ്. പിന്നെ ഭഗവാന്റെ പല പല ലീലകളെ നമ്മൾ കാണാൻ സാധിക്കും. ഇവിടെ രാധാറാണിയുടെ വിവാഹത്തിനെ കുറിച്ചിട്ട് അത് ഭാണ്ഡീര വനത്തിലാണ് സംഭവിച്ചത് എന്നാണ്. അപ്പോ ഒരിക്കല് ഭഗവാന് 2 വയസ്സോ 1.5 വയസ്സ് 2 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ആ സമയത്ത് ഭഗവാൻ നന്ദഗോപർ എവിടേക്ക് പുറപ്പെട്ടാലും ഭഗവാൻ പിന്നാലെ പുറപ്പെടും. അപ്പോ ഒരിക്കല് ഗോവർദ്ധന യാഗത്തിന് എന്തൊക്കെയോ ഇന്ദ്രയാഗത്തിന് എന്തോ തിരക്കില് നന്ദഗോപര് പോകുന്ന സമയത്ത് ഞാനും കൂടെ എൻ്റെ അച്ഛാന്നും പറഞ്ഞിട്ട് പുറപ്പെട്ടു. കുറച്ച് ദൂരം കഴിഞ്ഞ് ആകാശത്ത് മേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ടുകൂടിയ സമയത്ത് അയ്യോ എനിക്ക് തിരക്കാ, എനിക്ക് പേടിയാവണേ, എനിക്ക് അമ്മയുടെ അടുത്ത് പോണേ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ കരയാൻ തുടങ്ങി. ആ കരയുന്ന സമയത്താണ് രാധാറാണി വരുന്നതായിട്ട് കാണുന്നത്. ചെറിയ കുട്ടിയുടെ രാധാറാണി. രാധയെ വ്രജം പ്രാപയ, ഗൃഹം പ്രാപയ, രാധയെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കൂ, ഇവൻ കരഞ്ഞിട്ട് വയ്യാന്ന് പറയാണ്. രാധാറാണി ഭഗവാനെ താങ്ങി പിടിച്ചുകൊണ്ട് പതുക്കെ നടന്നു വരുന്നതിന്റെ ഇടയ്ക്ക് ഭാണ്ഡീരവനത്തിലെത്തി. ഭാണ്ഡീരവനത്തിലെത്തുമ്പോഴേക്ക് തന്നെ ആളുടെ ഭാവം മാറി, വല്ലാതെ ഘനം കൂടിത്തിറങ്ങി. നോക്കുന്ന സമയത്ത് എന്താണ്, ഭഗവാൻ ആ ഗോലോക വൃന്ദാവനത്തിലെ കൃഷ്ണനായിട്ട് 16 വയസ്സുള്ള രൂപത്തിലാണ് ഭഗവാൻ നിൽക്കുന്നത്. രാധാറാണി കാണുന്നു. ഉടനെ പെട്ടെന്ന് രാധാറാണിക്ക് മാറ്റം വന്നു. ഇനി എന്ത് വേണം അവിടെ? ഗുപ്തവിവാഹം എന്നാ പറയുക, രഹസ്യമായിട്ടുള്ള വിവാഹം. അത് നടന്നിട്ടുള്ള സ്ഥലം ഭാണ്ഡീരവനാണ്. പല വിധത്തിലുള്ള ഭഗവാന്റെ ലീലകൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള വനമാണ് ഭാണ്ഡീരവനം എന്നാണ്. ഭഗവാന്റെ കയ്യിൽ വേണു ഉണ്ട് എന്നാ പറയുന്നത്. വേണും കൊണന്തം അരവിന്ദ ജലായതാക്ഷം. ആ വേണു എന്നത് ഭഗവാന്റെ കയ്യിൽ ഓടക്കൊടിൽ രാധാറാണി കയ്യിലെടുത്തിട്ട് വലിച്ചെറിഞ്ഞ സ്ഥലത്തേക്ക് ഇനി വേണു വേണ്ട, കല്യാണം കഴിയണം, ആദ്യ വിവാഹം കഴിയാതായിട്ടത് എന്നാണ്. അപ്പോ അതെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അവിടെ ഒരു കിണറുണ്ടായി. വേണുകൂപം എന്ന് പറയും. വേണുകൂപം എന്ന് പറയും. അവിടെ കാർത്തിക മാസത്തിലില്ല, കുംഭമാസത്തിലാണ് തോന്നുന്നു. അവിടെ ഒരു വെളുത്ത ദ്വാദശി ദിവസം ആ കിണറിലെ വെള്ളം സകല ദേവതന്മാരുടെ സാന്നിധ്യത്തിലുണ്ട്. സ്വതവേ തന്നെ അന്ന് ആ ജലം പാല് പോലെയായിട്ട്, പാല് നിറമായിട്ട് മാറും. ഒരിക്കൽ അവിടെ ആ സമയത്ത് പോവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. 5000 വർഷങ്ങൾക്ക് മുമ്പേ ഗോവർദ്ധന ശില കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു മകുടം, ഒരു കിരീടം, ഗോവർദ്ധന ശിലയിൽ തീർത്ത ഒരു മകുടം, അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അത് ദർശനമുള്ളൂ എന്നാണ്. അത് രാധാറാണിയുടെ ഭഗവാന്റെ വിവാഹം കഴിഞ്ഞ ഗുപ്തവിവാഹം നടന്നിട്ടുള്ള ദിവസമാണ് എന്നാണ് ആചാര്യന്മാർ അതിനെക്കുറിച്ച് അനുസ്മരിക്കാറുള്ളത്. അപ്പോ അവിടെ ആ വെള്ളം പാൽ നിറമായിട്ട് മാറും. വെറുതെ പറയണതല്ല. ഒരു ബക്കറ്റിൽ ഒരു 3-4 തുള്ളി വെള്ളം പാലൊഴിച്ചു കഴിഞ്ഞാൽ അതിനെങ്ങനെയാ നിറം മാറുക? അതേപോലെ മാറും ആ ദിവസം എന്നാ പറയുന്നത്. അന്നത്തെ ദിവസം അവിടെ ദർശനം വളരെ വിശേഷമാണ് എന്നാണ്. അവിടെ വിവാഹത്തിന്റെ ഒരു ആഗ്രഹം വന്നപ്പോഴേക്ക് തന്നെ ബ്രഹ്മദേവനോട് എത്തിച്ചേർന്നു. ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ രാധാറാണിയെയും
ഭഗവാന്റെയും വിവാഹം ഭംഗിയായിട്ട് നടന്നു അവിടെ. ഭഗവാന്റെ യോഗമായ വൃന്ദാവനത്തിൽ എങ്ങും സഞ്ചരിക്കുന്നുണ്ട്. യോഗമായയുടെ പ്രഭാവം കൊണ്ട് വിവാഹം ഭംഗിയായിട്ട് അവിടെ നടക്കുകയാണ്. അവിടെ ആ വിവാഹം നടന്ന് പിന്നെ കുറച്ചു സമയം, എത്രയോ സമയമാക്കി മാറ്റാൻ ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കും. ഇപ്പൊ വളരെ കൂടുതൽ സമയം അല്പസമയമാക്കിയിട്ട് മാറ്റാൻ സാധിക്കും. അത്രയും ഭഗവാൻ എന്തെന്നില്ലാത്ത പ്രഭാവമുണ്ട്. മാർക്കണ്ഡേയൻ ഒരു 1000 വർഷക്കാലം ആ പ്രളയജലത്തിൽ നീന്തി നടന്നു മാർക്കണ്ഡേയൻ തോന്നി. വാസ്തവത്തിൽ ഒരു സെക്കൻഡ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സമയം എന്നാണ്. ഇവിടെ ഒരു ചെറിയ സമയത്തിനെ എത്രയോ സമയങ്ങളാക്കി, ഒരു വർഷങ്ങളാക്കി മാറ്റാൻ ഭഗവാൻ വിചാരിച്ചിട്ട് സാധിച്ചു. അവര് രാധാകൃഷ്ണന്മാര് ഭംഗിയായിട്ട് അവരുടെ ദിവ്യമായിട്ടുള്ള ആ ലീലകൾ ചെയ്തു അവിടെ ഭാണ്ഡീരവനത്തില് എന്നാണ്. പല സ്ഥലങ്ങളിലും ക്രീഡകൾ ചെയ്തു. അവസാനം കുറെ വർഷങ്ങൾ കടന്നു പോയതുപോലെ തോന്നി അവർക്ക് എന്നാണ്. അതിനുശേഷം ഭഗവാൻ പെട്ടെന്ന് ഒരു ഉണ്ണിയായിട്ട് മാറി. രാധാറാണി അടുത്തിരുന്നിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്താണ് കാര്യം എന്നറിയില്ല, കരയാൻ തുടങ്ങി. കരയാൻ തുടങ്ങിയപ്പോഴൊക്കെ അവിടെ ബ്രഹ്മദേവനൊക്കെ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഗർഗമഹർഷി വന്നു. അവിടെ അവര് സമാധാനിപ്പിച്ചു. ഗോലോകത്തിന്റെ കാര്യം പറഞ്ഞിട്ട്, ഗോലോകത്തിൽ നിത്യ എന്താണ് അവര് നിത്യകിശോരൻ നിത്യകിശോരിയാണ് രണ്ടുപേരും. അതുകൊണ്ട് ഇവിടെ ഈ ഭൂമിയിൽ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഭൂമിയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്നും ഭാര്യാഭർത്താക്കൾ വധൂവരന്മാരാണ് നിങ്ങള്. അതുകൊണ്ട് ഇനി വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് രാധാറാണിയെ സമാധാനിപ്പിച്ചു എന്നാണ്. അങ്ങനെ ഭഗവാന്റെ ഗുപ്ത വിവാഹം, രാധാറാണിയുടെ വിവാഹം നടന്നിട്ടുള്ള സ്ഥലം കൃഷ്ണവധുവ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് രാസലീലയില്. കാരണം വധു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കണം എന്നാ പറയണത്. അവരെ ഭഗവാൻ വസ്ത്രം ഗോപി വസ്ത്രാപഹാരത്തിൽ ഭഗവാൻ വസ്ത്രം കൊടുത്തിട്ടുണ്ട്. ആ വിവാഹത്തിന്റെ ആ സമയത്ത് പറയേണ്ട ഒരു മന്ത്രമുണ്ട്. അതായത് ഇത് ലാജഹോമം എന്ന് പറയും. ബ്രാഹ്മണരുടെ ക്ഷത്രിയർക്കിടയിലുള്ള സമ്പ്രദായമാണത്. ലാജഹോമം എന്ന് പറയും. ആ ഹോമത്തിന്റെ സമയത്ത് ആ പെൺകുട്ടി ചെല്ലേണ്ട മന്ത്രമുണ്ട്. ആ മന്ത്രം ജപിച്ചതിന് തുല്യമാണ് അയി ജീവചിരം കിശോരനസ്തവദാസി അവശീകരോഷിക്കും. ഒരു പെൺകുട്ടി ജപിക്കുന്ന ആ അതേ മന്ത്രമാണ് ഇവിടെ ആ ഗോപിമാര് ഭഗവാനോട് പറഞ്ഞിട്ടുള്ളത്. വസ്ത്രം തരണേ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു. ഭഗവാൻ വസ്ത്രം കൊടുത്തു. ഭഗവാൻ അങ്ങനെ വസ്ത്രം കൊടുത്തു. അവരെ ഒരു പെൺകുട്ടി തന്റെ ഭർത്താവിന്റെ മുമ്പിൽ മാത്രമേ എത്ര സ്വതന്ത്രമായി പെരുമാറുള്ളൂ എന്നാണ്. അപ്പോൾ ഗോപികമാര് കൃഷ്ണവധോ ഗായന്ത്യസ്തം തരദേവത മേഘചക്രേ വിരേജു. മനോഹരമായിട്ടുള്ള രാസലീലയില് ഒരേ ഒരു ഭഗവാൻ, ഒരു ഭഗവാനേ ഉള്ളൂ. ഗോപികമാർ എണ്ണിയാൽ ഒടുങ്ങാത്ത ഗോപികമാര്. അങ്കനാമന്തരേ മാധവോ മാധവം മാധവച്ചാന്തരേണങ്കന ഇത്തമാകൽപ്പിതേ മണ്ഡലേ മധ്യക സഞ്ജഗൗ വേണുനാ ദേവകീ നന്ദന. അങ്കനാമങ്കനം, ഒരു ഗോപി ഒരു കൃഷ്ണൻ, ഒരു ഗോപി ഒരു കൃഷ്ണൻ. എത്ര ഗോപിമാരുണ്ടോ അത്രയും കൃഷ്ണന്മാര് എന്നാണ്. നടുക്കോ സഞ്ജഗൗ വേണുനാ ദേവകീ നന്ദന. ദേവകീ നന്ദൻ ആരാ? ദേവകൻ എന്ന് നന്ദഗോപർക്ക് ഒരു പേരുണ്ട്. നന്ദഗോപരുടെ പത്നിയാണ് ദേവകി, യശോദാറാണി. യശോദാദേവിയുടെ പുത്രൻ എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ്. അപ്പൊ ഈ രാസലീലയുടെ മുഴുവനായിട്ടുള്ള അതിന്റെ സെൻട്രൽ പോയിന്റ് ആരാണ്? വാസ്തവത്തിൽ രാധാറാണിയാണ്. അതിനെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് രാധാറാണിയാണ് എന്നാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ ചരിത്രത്തിൽ കൂടെ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് അറിയാൻ സാധിക്കും. അതായത് രാധാറാണിയുടെ മഹിമകൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞ് ലോകത്തിന് പറഞ്ഞു കൊടുത്തിട്ടുള്ള അതാണ് അഷ്ടപതിയിലെ ജയദേവ ഗോസ്വാമി. പിന്നെ വില്ലമംഗലം ഠാക്കൂർ രാധാറാണിയെ കുറിച്ച് ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പിന്നെ വൃന്ദാവനത്തിലെ ഷഡ് ഗോസ്വാമിമാര് മുഴുവൻ വൃന്ദാവനത്തെ രാധാറാണിയുടെ മഹത്വത്തിനെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് രഘുനാഥദാസ ഗോസ്വാമി, അവര് പിന്നെ പ്രബോധാനന്ദ സരസ്വതി, അവരൊക്കെ രാധാറാണിയെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഇത് അറിയുന്നില്ല നമ്മളെ എന്നുണ്ടെങ്കിൽ
നമ്മൾ വൃന്ദാവനത്തിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. 6 ഗോസ്വാമിമാരെ കുറിച്ച്, അവരുടെ കൃഷ്ണഭക്തിയെ കുറിച്ചിട്ട്, അവരുടെ രാധാറാണിയുടെ ദിവ്യമായിട്ടുള്ള അവസ്ഥയെ ലോകത്തിന് മുഴുവൻ തുറന്നു കാട്ടിക്കൊടുത്തത് ഈ ഒരു ഷഡ് ഗോസ്വാമിമാരാണ്. ഭക്തിവിനോദ ഠാക്കൂർ അതില് വളരെയധികം നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ള രാധാറാണിയെ കുറിച്ചുള്ള കീർത്തനങ്ങള്, പിന്നെ ഭഗവാന് ജൂലൈയിൽ എത്തുന്ന സമയത്ത് ഏതെല്ലാം പുഷ്പങ്ങളെ കൊണ്ടാണ് ജൂല അലങ്കരിച്ചത് എന്നതുവരെ കവി കർണപൂര എന്നുള്ള ആ കവി, ഒരു ഭക്തൻ, ചൈതന്യ മഹാപ്രഭുവിന്റെ പരമ്പരയിൽ വന്നിട്ടുള്ള ഭക്തൻ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഇവിടുത്തെ കവികളും കേരളത്തിലെ കവികളും വർണ്ണിച്ചിട്ടുണ്ട്. വൃന്ദതൻ വനമണഞ്ഞു ഗോക്കൾ തൻ വൃന്ദമധ്യഭൂവി വാണുവേണുവിൽ സുന്ദരാധരമണച്ചു പാടുമെൻ നന്ദനന്ദനനെ എന്നു കാൺമു ഞാൻ നൃത്തമാടി വിലസുന്ന ബർഹിതൻ വൃത്തമധ്യമണിയായ മാധവൻ മുത്തണപ്പതിനു രാധ തന്മുഖേ മുത്തമേകുവതു ഹൃത്തിലോർത്തിടാം. രാധാറാണിയെ കുറിച്ച് ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. നാരായണീയത്തിലും കാണാൻ സാധിക്കും രാധാറാണിയെ കുറിച്ചിട്ട്. എന്തുകൊണ്ട് ഭട്ടതിരിപ്പാട് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് സുഖദേവ ഗോസ്വാമിയെ പോലെയോ അല്ലെങ്കിൽ ഷഡ് ഗോസ്വാമിമാരെ പോലെ ഒന്നും യോഗ്യത ഇല്ലെങ്കിലും ഗുരുവായൂരപ്പ ഞാൻ പറയും എന്ത്, രാധായാമേ പ്രിയതമമിതം മൽപ്രിയൈവം ബ്രവീതി ത്വം കിം പവനം കലയസി സഖേ മാനിനി മൽപ്രിയൈവ. രാധാദേവിയെ ഇടയ്ക്കിടയ്ക്ക് രാധാദേവിയെ സ്മരിക്കുന്നുണ്ട് അവിടെ. പിന്നെ രാസലീലയിലും അതെ. എന്താണ്, രാധാതുംഗപയോധര സാധു പരീരംഭ ലോലുപാത്മാനം ആരാധയേ ഭവന്നം പവനപുരാധീശ ശമയ സകലഹൃദാൻ എന്ന് പറയുന്നുണ്ട്. പല സ്ഥലത്തും പറയുന്നുണ്ട്. പിന്നെ അവിടുന്ന് മധുരയില് ഭഗവാൻ കംസവധത്തിനായി ചെല്ലുന്ന സമയത്ത് ആ കുവലയാപീഠത്തിനെ വധിച്ച് ആ കുവലയാപീഠത്തിന്റെ ആ കൊമ്പിന്റെ ഉള്ളിലുള്ള ലക്ഷണമൊത്ത ആനകളുടെ കൊമ്പിന്റെ ഉള്ളിൽ വിശേഷപ്പെട്ട രത്നങ്ങൾ ഉണ്ടാവുന്ന പറയണത്. ഈ രത്നങ്ങള് അത് കയ്യിലെടുത്തിട്ട് ഇതൊരു പ്രത്യേക തരത്തിലുള്ള ആഭരണം ഉണ്ടാക്കിയിട്ട് രാധികായേ ദിശയതി, രാധാറാണിക്ക് കൊടുക്കണം എന്നുള്ളത്. സമന്ത പഞ്ചകത്തില് ഭഗവാനും ഗ്രഹണത്തിന്റെ സൂര്യഗ്രഹണ സമയത്ത് ഭഗവാനും രാധാറാണിയും ഒന്നിച്ച് കാണുന്ന ദൃശ്യമുണ്ട്. വളരെ അത്ഭുതകരമാണ് ഓരോ ദൃശ്യങ്ങളും എന്നാണ്. സമന്ത പഞ്ചകത്തിലെ അവിടുത്തെ കുരുക്ഷേത്രത്തിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നാണ്. ബ്രഹ്മസരോവർ എന്ന് പറയും, അതിന്റെ തീരത്തായിട്ടാണ് ഈ സംഭവങ്ങൾ. ഇന്നും ബ്രഹ്മസരോവർ കുരുക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. അവിടെ കാണാൻ സാധിക്കും ഭഗവാൻ ഒരു യാദവന്മാരുടെ രാജാവിന്റെ സ്ഥാനമല്ല ഭഗവാന്, ചക്രവർത്തിന്റെ സ്ഥാനമല്ല ഭഗവാൻ. അവിടെ ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന സമയത്ത് അനേകം മഹർഷിമാര്, രാജാക്കന്മാര്, അവരൊക്കെ ചുറ്റപ്പെട്ടുകൊണ്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോ വൃന്ദാവനത്തിൽ നിന്നും നന്ദഗോപര്, അതേപോലെ യശോദാദേവി, ഗോപന്മാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ദൂരത്തുനിന്ന് ഭഗവാനെ യശോദാദേവി കാണുന്നു. നന്ദഗോപരും ഭഗവാനെ കാണുന്നു. യശോദാദേവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഭഗവാന്റെ സ്ഥലങ്ങളൊക്കെ ചൊരന്നൊഴുകി എന്നാ പറയണത്. പാലാടിയിലെ വെള്ളം കൂടി എന്നാണ് രൂപഗോസ്വാമിക്ക് അതിനെ കുറിച്ച് പറയണത്. അത്രയും സ്നേഹവാത്സല്യം ആണ് എന്നാണ്. അപ്പോ ആരോ പറഞ്ഞു കേട്ടു, ഭഗവാൻ കേട്ടു വൃന്ദാവനത്ത് നിന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഭഗവാൻ ഇതെല്ലാം ഈ സഭയിൽ നിന്നെല്ലാം വിട്ടിട്ട് ആ യശോദാദേവിയുടെ അടുത്തേക്ക് ഓടി വരുന്നൊരു വരവുണ്ടെന്നാ പറയണത്. യശോദാദേവിയുടെ അടുത്ത് ഓടി വന്നിട്ട് യശോദാവ് ആത്മാസനമാരോപ്യ ബാഹുഭ്യാന്തരീജ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഈ സംഭവം. ഭംഗിയായിട്ട് യശോദാദേവി മടിയിലെടുത്ത് വെച്ചു. 80 വയസ്സായിട്ടുള്ള ഭഗവാൻ, അന്ന് ഭഗവാൻ 80 വയസ്സാണ്. ആ ഭഗവാനെ മടിയിലെടുത്ത് വെച്ച് യശോദ എന്ന് പറയുമ്പോ എന്തൊരു വാത്സല്യാണ് അവിടെ. യശോദാദേവിയുടെ മാറോട് ചേർന്ന് എങ്ങനെയാണോ കണ്ണൻ അന്ന് കിടന്നത് അതേപോലെ കരാരവിന്ദേന പദാരവിന്ദം, അങ്ങനെ ഒരു ഉണ്ടയായിട്ട് കിടക്കുന്ന ഭഗവാൻ. യശോദാദേവി ഒരിക്കല് ജോലി എടുക്കുന്ന സമയത്ത് അടുക്കള ജോലി എടുക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കണം, മിണ്ടണില്ല ആള്, ഒരക്ഷരം മിണ്ടണില്ല. ഭംഗിയായിട്ട് യശോദ
അലങ്കരിച്ചിട്ടുണ്ട്, എന്നിട്ട് കിടത്തിയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കമിഴ്ന്ന് ഉരുണ്ടുരുണ്ട് മറിഞ്ഞു പോകുന്നതാണ്. യശോദ ഒരിക്കൽ നോക്കുന്ന സമയത്ത് ഈ കാല് കുടിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. അപ്പൊ വിരലിന്റെ ശോഭ നോക്കിക്കൊണ്ടാണ് ഭഗവാൻ കിടക്കുന്നത്. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്ത്രം. ആലയിലയിൽ എങ്ങനെ കിടക്കുന്നത് അതേപോലെയാണ് ഇവിടെ കിടക്കുന്നത് ആള് എന്നാണ്. അവ മിണ്ടാതിരിക്കുന്ന ഈ വായല് വിരലിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, കാലിലെ വിരല്. അതുകൊണ്ടാണ് അത്രയും മിണ്ടാതെ കിടക്കുന്നത്. അപ്പൊ യശോദ ഓടി വന്നെടുത്തു ഭഗവാനെ. ഓടി വന്നെടുത്ത സമയത്ത് യശോദയ്ക്ക് തോന്നിയിട്ടുള്ള ഒരു ആനന്ദം ഉണ്ടല്ലോ, ആ സമയത്ത് ഭഗവാൻ തോന്നിയ ഒരു ആനന്ദം ഉണ്ടല്ലോ, ഈ ആനന്ദാണ് ഭഗവാന്. ഒരു തരി പോലും ആനന്ദം കുറഞ്ഞിട്ടില്ല, അമ്മയോടുള്ള സ്നേഹം കുറഞ്ഞിട്ടില്ല, മകനോടുള്ള വാത്സല്യം കുറഞ്ഞിട്ടില്ല. തെളിയിച്ചു അവിടെ എന്നാ പറയണത്. കണ്ടു എന്നവരൊക്കെ കണ്ണില് കണ്ണുനീരണിഞ്ഞു എന്നാണ്. അപ്പോഴേക്ക് രുക്മിണി ദേവി അടുത്തു വന്നു, പിന്നെ മറ്റുള്ള പത്നിമാര് വന്നു, എല്ലാവരും ചേർത്ത് പിടിച്ചു, രുക്മിണിയെ ചേർത്ത് പിടിച്ചു. തന്റെ മകളെന്നുള്ള വാത്സല്യത്തിൽ യശോദാദേവി നന്ദഗോപരുടെ ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഗോപികമാര് മറ്റൊരു ഭാഗത്ത് നിൽക്കുകയാണ്. കാരണം അന്ന് വൃന്ദാവനത്തിൽ നിന്ന് പോരുന്ന സമയത്തുള്ള ആ കൃഷ്ണൻ ഇന്നിപ്പോ രാജാവായിരിക്കും, ചക്രവർത്തിയായിരിക്കുകയാണ്. അടുത്തേക്ക് ചെല്ല അധികാരം ഉണ്ടോന്ന് അറിയില്ല. ഭഗവാൻ ഗോപികമാരുടെ അടുത്തേക്ക് ചെന്നു. ഇപ്പൊ രാധാറാണിയൊക്കെ ഇങ്ങോട്ട് 100 വർഷമായി ഭഗവാനെ കണ്ടിട്ടെന്നാ പറയുന്നത്. 100 വർഷത്തെ വിരഹത്തിന് ശേഷം സമന്ത പഞ്ചകത്തിൽ വെച്ച് ഭഗവാനെ കണ്ടു രാധാറാണി. അതോ വിരഹാതുരംഗരേഖ രാധികാനിലില്ലേ എന്നാണ്. ഭഗവാൻ രാധാറാണി ലയിച്ചതുപോലെയാണ്. ഗോപികമാരെ സമാധാനിപ്പിച്ചു ഭഗവാൻ. ഗോപികമാരോട് പറയുന്നു, എന്നിൽ നിങ്ങളുണ്ട്, നിങ്ങൾ എന്നിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, നിങ്ങളിൽ ഞാനും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നൊക്കെ ഭഗവാൻ വേദാന്ത തത്വങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഗോപികമാര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല, ഞങ്ങൾക്ക് ഒന്ന് മാത്രം അറിയാം, എന്ത് അവിടുത്തെ പാദം ഹൃദയത്തിൽ ഉദിച്ചു വരണം, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങീ പറഞ്ഞിട്ടുള്ള വേദാന്ത തത്വങ്ങളെല്ലാം എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കൃഷ്ണനെ കണ്ടത്. ഉദ്ദേശം എന്താണ്? എല്ലാത്തിന്റെ ഉദ്ദേശം എന്താ? കൃഷ്ണഭക്തിയാണ് ഉദ്ദേശം. ആ കൃഷ്ണനിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. ഇനി ഞങ്ങൾക്ക് മറ്റൊന്നിന്റെ ആവശ്യമില്ല, ഭഗവാന്റെ പാദം മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ്. രാധാറാണിയെ പ്രത്യേകം കൊണ്ടുപോയി ഭഗവാൻ രാധാറാണിയോട് അപരാധം ആയിട്ട് രാധാറാണിന്റെ പാദത്തിൽ നമസ്കരിച്ചു. പറഞ്ഞു, അവിടുന്ന് എന്റെ സ്വാമിയാണ്, എന്നെ നമസ്കരിക്കരുത്, എന്റെ സ്വാമിയാണ് അവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേർക്കും ശബ്ദം ഇടറിപ്പോയി. കണ്ണ് നോക്കിയിരിക്കുന്നുണ്ടെങ്കിലും പരസ്പരം കാണാൻ പറ്റാതെയായി. പിന്നെ ആലിംഗനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കൈകൾ ചലിക്കാതെയായി. ആ ഭാവത്തിന്റെ തീവ്രമായിട്ടുള്ള അവസ്ഥയിൽ എന്നാണ്. രാധാറാണിയുടെ ആ ഭാവം പറഞ്ഞ് നമുക്ക് മനസ്സിലാവില്ല, എത്ര പറഞ്ഞാലും അധികാവില്ല. സദാസമയം ഭഗവാൻ ഉരുകിക്കൊണ്ടിരുന്നു രാധാറാണിയുടെ സ്മരണയിൽ എന്നാ പറയുന്നത്. അങ്ങനെ ഭഗവാനോടുള്ള പ്രേമഭാവം എങ്ങനെയാ വേണ്ടത് എന്നുള്ള, മാധുര്യ ഭാവം എന്താ എന്നുള്ളത് വൃന്ദാവനം നമുക്ക് കാണിച്ചു തരണു. അങ്ങനെയുള്ള രാധാറാണിയുടെ അവതാരമാണ് അഷ്ടമി ദിവസം, രാധാഷ്ടമി ദിവസം രാധാറാണിയുടെ അവതാരമാണ്. പ്രഭാതത്തിൽ 4:30 മണിക്ക് ബ്രാഹ്മമുഹൂർത്തത്തിലാണ് അവിടുന്ന് അവതരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ അർദ്ധരാത്രി 12 മണിക്ക്, കൃഷ്ണാഷ്ടമി അർദ്ധരാത്രി 12 മണിക്കാണ് ഭഗവാൻ എന്താ ആ സമയത്ത് അവതരിക്കുന്നത്? അതിഭയങ്കരമായ കൂരിരുട്ടിൽ പൂർണ്ണമായിട്ടും വെളിച്ചം കൊടുക്കാനായിട്ട്, ലോകത്തിന് അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്നും മോചനം കൊടുത്ത് ജ്ഞാനത്തിലേക്ക്, പ്രകാശത്തിലേക്ക് എത്തിക്കാനായിട്ട് ഭഗവാൻ അവതരിക്കുന്നു. രാധാറാണി ബ്രാഹ്മമുഹൂർത്തത്തിൽ അവതരിക്കുന്നു. എന്തിന്? പ്രേമഭക്തി ലോകത്തിന് അനുഗ്രഹിച്ചു കൊടുക്കാനായിട്ട് എന്നാണ്. അതേപോലെ തന്നെ രാമചന്ദ്രസ്വാമി അവതരിക്കുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണ് രാമചന്ദ്രസ്വാമിയുടെ അവതാരം എന്നാണ്. അങ്ങനെ ആ അവതാരങ്ങൾക്കെല്ലാം വളരെയധികം പ്രാധാന്യമുണ്ട്, ലോകത്തിന് എല്ലാ ദുഃഖത്തിൽ നിന്നും മോചനം കൊടുക്കാനായിട്ട് എന്നാണ്. എന്നാൽ രാധാറാണിയുടെ അവതാരത്തിന് പ്രത്യേക മഹിമയുണ്ട് എന്നുള്ളത് കൊണ്ട് കൃഷ്ണ പ്രേമപ്രദായത്, ശ്രീകൃഷ്ണ ഭഗവാന്റെ എങ്ങനെ കൃഷ്ണനെ സ്നേഹിക്കണം, ഭഗവാനെ സ്നേഹിക്കണം ആത്മാർത്ഥമായിട്ട് എന്നുള്ള ആ ഒരു പാഠം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാനാണ് രാധാറാണി അവതരിച്ചത്. രാധാറാണിയുടെ ഈ ഭാവത്തിനെ ആണ് രാധാറാണിയുടെ ഒരു അംശങ്ങളായിട്ടാണ്, വിസ്തരണങ്ങളായിട്ടാണ് മറ്റുള്ള രാധാറാണിയുടെ സഖിമാര്
പിന്നെ ദേവി ലക്ഷ്മി ദേവി രാധാറാണിയുടെ അംശമായിട്ടാണ് വരുന്നത്. ലക്ഷ്മി ദേവി, പാർവതി ദേവി, സരസ്വതി ദേവി ഇത് രാധാറാണിയുടെ അംശമായിട്ട് വരുന്നു. മഹാദേവൻ, ബ്രഹ്മാവ്, മഹാവിഷ്ണു, ശ്രീകൃഷ്ണ ഭഗവാന്റെ അംശമായിട്ട് വരുന്നു. അപ്പോ ശ്രീകൃഷ്ണ ഭഗവാന്റെയും രാധാറാണിയുടെയും അംശങ്ങളായിട്ടാണ് ത്രിമൂർത്തികളെ എന്നാണ്. ദേവന്മാരൊക്കെ ഭഗവാനിൽ നിന്നും, അതായത് ബ്രഹ്മാവിൽ നിന്നാണ് മറ്റുള്ള സൃഷ്ടികളെല്ലാം വരുന്നത് എന്നാണ്. അത്യത്ഭുതമാണ് രാധാറാണിയുടെ മഹിമകൾ. രാധാറാണിയുടെ ദിവ്യമായുള്ള ചരണങ്ങളിൽ നമ്മൾ നമസ്കരിക്കുന്നു. പ്രഭാതത്തിൽ നേരത്തെ 4:30 മണിക്ക് തന്നെ എഴുന്നേൽക്കുക. അവതാരം ആ സമയത്ത് ആയതുകൊണ്ട് ആ സമയത്ത് ആരും ഉറങ്ങാതിരിക്കുക, എഴുന്നേൽക്കുക. പിന്നെ ശരീരശുദ്ധി വരുത്തിയിട്ട് എന്താണോ അവനവന്റെ ആ ഗൃഹത്തിൽ ഏത് ഈശ്വരനാണുള്ളത് ആ ഈശ്വരനെ രാധാറാണിയായിട്ട് സങ്കല്പിച്ച്, ചിലപ്പോ രാധാറാണിയുടെ സ്റ്റാച്യു ഉണ്ടായി എന്ന് വരില്ല, നമ്മൾക്ക് മൂർത്തി ഉണ്ടായി എന്ന് വരില്ല, കൃഷ്ണന്റെ ആവും ഉണ്ടാവുക. ഈ കൃഷ്ണന്റെ ഉണ്ടായി എന്ന് വരില്ല, ചിലപ്പോ ഫോട്ടോ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഏതാണെങ്കിലും അതില് രാധാറാണിയുടെ ദിവ്യമായിട്ടുള്ള രൂപത്തിനെ സങ്കല്പിച്ചുകൊണ്ട് അവിടെ വിളക്ക് കൊളുത്തി വെച്ച് ഒരു ആരതി ചെയ്ത് പിന്നെ പഞ്ചാമൃതം നമുക്ക് പറ്റുന്നത് എന്താണോ അത് രാധാറാണിയുടെ മുമ്പിൽ വെച്ച് നിവേദിക്കുക. പിന്നെ രാധാറാണിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമുണ്ട്, അതാണ് ചേമ്പ് എന്നത്. രാധാറാണിക്ക് വളരെ ഇഷ്ടപ്പെട്ട വിഭവമാണ്. അതുകൊണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് നിവേദിക്കാൻ പറ്റുമെങ്കിൽ അത് നിവേദിക്കുക. പിന്നെ ഉച്ചയോട് കൂടിയിട്ട് രാധാറാണി പറയുന്നത് എന്താ, ആളുകള് അത്രയൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. അർദ്ധരാത്രി വരെ ഉപവാസം കിടക്കാതെ എളുപ്പമുള്ള കാര്യമല്ല. മിക്കവാറും ഉപവാസം എന്ന് പറയുള്ളൂ, അധികം ആളുകളും അങ്ങനെ ചെയ്യില്ല. ഈ വൈഷ്ണവന്മാര് ദീക്ഷ എടുത്തിട്ടുള്ള അവര് ഒരു പക്ഷേ ചെയ്തു എന്ന് പറയാം, അല്ലാതെ എല്ലാവരും അതേപോലെ ചെയ്തോളണം എന്നില്ല. പക്ഷെ ഇത് എളുപ്പമുള്ള കാര്യമാണ്. 12 മണി വരെയാണ് ഫാസ്റ്റിംഗ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് രാധാറാണിക്ക് നിവേദ്യങ്ങൾ സമർപ്പിച്ചിട്ട് ഭഗവാനെ സമർപ്പിച്ച് നമ്മൾക്കത് കഴിക്കാം. എന്തിനാണ്? ആരോഗ്യം വേണം, അതിനു വേണ്ടിയിട്ട്. പിന്നെ വെറുതെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടില്ല. അത് കഴിഞ്ഞാൽ രാധാറാണിയുടെ മഹിമകള്, കീർത്തനങ്ങള്, ആ നാമങ്ങള് ഇത് നിരന്തരം ജപിക്കാനായിട്ട്. ഇപ്പൊ രാധാറാണി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കഥകൾ പറയാനുണ്ട്, പക്ഷെ നമ്മൾ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അവസരം ഉണ്ടാവട്ടെ. ഈ പറഞ്ഞതെല്ലാം ഗുരുനാഥന്മാരിൽ നിന്നും കേട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അവര് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെതായിട്ടുള്ള ഒരു വാക്ക് പോലും ഇതിലില്ല. അതുകൊണ്ട് നല്ലതായിട്ട് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അത് മുഴുവൻ അവർക്ക് ക്രെഡിറ്റ് അവർക്ക് അവകാശപ്പെട്ടതാണ്, ഗുരുവായൂരപ്പനും ഗുരുനാഥന്മാർക്കും. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ കൃഷ്ണ. പാർവതി ദേവി മഹാദേവനോട് ചോദിക്കുകയാണ്, അങ്ങ് ആരെയാണ് നിരന്തരം പൂജിച്ചു കൊണ്ടിരിക്കുന്നത്, ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ആരെയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് മഹാദേവൻ പറയുന്നു, ഞാൻ രാധാറാണിയാണ് നിരന്തരം സ്മരിച്ചു കൊണ്ടിരിക്കുന്നത്, എന്നും ജപിക്കുന്ന കീർത്തനമാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാദേവൻ ഈ കൃപാകടാക്ഷ സ്തോത്രം പാർവതി ദേവിയെ കേൾപ്പിക്കുന്നത്. വളരെ വിശേഷമായിട്ടുള്ള കീർത്തനമാണ് ഇത്. നമ്മൾ മിക്കവാറും എല്ലാവർക്കും അറിയാം. അറിയാത്തവർക്ക് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ വിശേഷമാണ്, നല്ല സൽഫലങ്ങൾ ഉണ്ടാവും. മുനീന്ദ്രവൃന്ദ വന്ദിതേ ത്രിലോകശോകഹാരിണി പ്രസന്ന വക്ര പങ്കജേ നികുഞ്ച ഭൂവിലാസിനി വ്രജേന്ദ്ര ഭാനുനന്ദിനി വ്രജേന്ദ്ര സൂനു സംഗതേ കഥാ കരിഷ്യസിഹമാം കൃപാകടാക്ഷഭാജനം. അശോകവൃക്ഷവല്ലരീവിതാനമണ്ഡപസ്ഥിതേ പ്രവാളജ്വാല പല്ലവ പ്രഭാരുണാഘ്രി കോമളേ വരാഭയസ്ഫുരൽക്കരേ പ്രബോധ സമ്പദാലയേ കഥാ കരിഷ്യസിഹമാം കൃപാകടാക്ഷഭാജനം. അനംഗരംഗമംഗള പ്രസംഗഭംഗുരഭ്രുവം സുവിഭ്രമം സസംഭ്രമം ദൃഗന്ധബാണപാതനൈ നിരന്തരം വശീകൃത പ്രതീതി നന്ദനന്ദനേ കഥാ കരിഷ്യസിഹമാം കൃപാകടാക്ഷഭാജനം. തടിൽ സുവർണ ചമ്പക പ്രതിയുക്ത ഗൗരവിഗ്രഹേ മുഖപ്രഭാപരാസ്ത കോടി ശാരദേന്ദുമണ്ഡലേ വിചിത്ര ചിത്ര സഞ്ചരൽ ചകോര ശാവലോചനേ കഥാ കരിഷ്യസിഹമാം കൃപാകടാക്ഷഭാജനം.
മദോന്മദാദി യൗവനേ പ്രമോദമാനമണ്ഡിതേ പ്രിയാനുരാഗരഞ്ജിതേ കലാവിലാസ പണ്ഡിതേ അനന്യധന്യ കുഞ്ചരാജ കാമകേളി കോവിദേ കഥാ കരിഷ്യസിഹ മാം കൃപാകടാക്ഷഭാജനം അശേഷഹാവഭാവധീര ഹീരഹാരഭൂഷിതേ പ്രബോധശാത കുംഭ കുംഭ കുംഭി കുംഭസുസ്തനേ പ്രശസ്ത മന്ദഹാസ്യ ചൂർണ പൂർണ്ണ സൗഖ്യസാഗരേ കഥാ കരിഷ്യസിഹ മാം കൃപാകടാക്ഷഭാജനം മൃണാളബാലവല്ലരേ തരംഗരംഗദുർലതേ ലതാഗ്രലാസ്യ ലോല നീലലോചനാവലോകനേ ലലല്ലുളന്മിളൻ മനോജ്ഞ മുഗ്ധ മോഹനാശ്രയേ കഥാ കരിഷ്യസിഹ മാം കൃപാകടാക്ഷഭാജനം സുവർണമാലികാഞ്ചിതേ ത്രിരേഖ കമ്പുകണ്ഠകേ ത്രിസൂത്രമംഗലീ ഗുണത്രിരത്നദീപ്തിദീധിതി സലോല നീലകുന്തളേ പ്രസൂന കുച്ഛഗുംഭിതേ കഥാ കരിഷ്യസിഹ മാം കൃപാകടാക്ഷഭാജനം നിരംബബിംബലംബമാന പുഷ്പമേഖലാ ഗുണപ്രശസ്തരത്ന കിങ്കണി കലാപമധ്യമഞ്ജുളേ കരീന്ദ്രശുണ്ഡദണ്ഡികാവരോഹ ശോഭഗോരുകേ കഥാ കരിഷ്യസിഹ മാം കൃപാകടാക്ഷഭാജനം അനേക മന്ത്രനാദ മഞ്ജു നൂപുരാരവസ്ഖലൽ സമാജ രാജഹംസവംശ നിക്വണാദി ഗൗരവേ വിലോല ഹേമവല്ലരീ വിടംബി ചാരു ചക്രമേ കഥാ കരിഷ്യസിഹ മാം കൃപാകടാക്ഷഭാജനം അനന്തകോടി വിഷ്ണുലോക നമ്ര പത്മജാർച്ചിതേ ഹിമാദ്രിജാ പുലോമജാ വിരിഞ്ചിജാവരപ്രദേ അപാര സിദ്ധി വൃദ്ധി ദിഗ്ധ സത്പദാങ്കുളീനഖേ കഥാ കരിഷ്യസിഹ മാം കൃപാകടാക്ഷഭാജനം മഖേശ്വരി ക്രിയേശ്വരി സ്വധേശ്വരി സുരേശ്വരി ത്രിവേദ ഭാരതീശ്വരി പ്രമാണ ശാസനേശ്വരി രമേശ്വരി ക്ഷമേശ്വരി പ്രമോദകാനനേശ്വരി വ്രജേശ്വരി വ്രജാധിപേ ശ്രീരാധികേ നമോസ്തുതേ ഇതീതമത്ഭുതസ്തവം നിശമ്യ ഭാനുനന്ദിനി കരോതു സന്തതം ജനം കൃപാകടാക്ഷഭാജനം ഭവേൽതദൈവ സന്ധ്യത ത്രിരൂപ കർമ്മനാശനം ലഭേൽത്തദാ വ്രജേന്ദ്ര സൂനുമണ്ഡല പ്രവേശനം. വ്രജേന്ദ്ര സൂനുമണ്ഡല പ്രവേശനം അതായത് ഗോലോകത്തിലേക്കുള്ള പ്രവേശനം സാധിക്കും ഈ രാധാകൃപാകടാക്ഷ സ്തോത്രം ജപിച്ചാൽ എന്നാണ്. 100 തവണ ഈ മന്ത്രം രാധാകുണ്ടിൽ നിന്നുകൊണ്ട് ജപിക്കുകയാണെങ്കിൽ രാധാറാണി ദർശനം തരും, ചോദിക്കും എന്താണ് വേണ്ടത് നിങ്ങൾക്കും ചോദിക്കും. അപ്പൊ അപ്പനെ പ്രിയ വസ്തു ഇതോന്ന്, അതായത് അവിടത്തേക്ക് ഇഷ്ടപ്പെട്ട വസ്തുവിനെ തരാൻ പറയും. ഇഷ്ടപ്പെട്ട വസ്തു ആരാ? രാധാറാണിയുടെ ശ്യാമസുന്ദരൻ. ശ്യാമസുന്ദരനെ ലഭിക്കും കൃപാകടാക്ഷ സ്തോത്രം ജപിച്ചാൽ എന്നാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഹരേ കൃഷ്ണ. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ.